പ്രൈസ് ലോൺ. ഇന്ന് പരിശുദ്ധ തീർത്ഥത്തിൻ്റെ തിരുനാൾ സഭ ആഘോഷിക്കുമ്പോൾ ഭരതമലയിലെ പുനർജീവൻ പവിത്രാത്മ ശാന്തി ആശ്രമം, ഭരതമല ഇടവക തന്നെ പരിശുദ്ധ തീർത്ഥത്തിന് ട്രിനിറ്റി ചർച്ചാണ്. അതിനാൽ തന്നെ നമ്മുടെ ഒരു ഭാഗ്യമാണ് പരിശുദ്ധ തീർത്ഥത്തിൻ്റെ ഈ ഇടവകയിൽ നമ്മുടെ ആശ്രമം, പുനർജീവൻ ആശ്രമം പരിശുദ്ധ തീർത്ഥത്തിൻ്റെ പശ്ചാത്തലത്തോടുകൂടി ഒരുക്കപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പരിശുദ്ധ തീർത്ഥത്തിനെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ബന്ധകോസ്ത തിരുനാളിന് ശേഷമാണ് പരിശുദ്ധ തീർത്ഥത്തിൻ്റെ തിരുനാൾ വരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതം ഒരുക്കപ്പെടുന്നതാണ് ഈ തിരുനാളുകളുടെ പ്രത്യേകത. പരിശുദ്ധ അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. ഗബ്രിയേൽ ദൂതൻ വഴി പിതാവായ ദൈവം ഗബ്രിയേൽ ദൂതനിലൂടെ നമുക്ക് നൽകിയ സന്ദേശം, വചനം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്നിൽ ആവസിക്കും, നിന്നിൽ ജനിക്കുന്നവൻ പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവപുത്രൻ. മനുഷ്യന് അസാധ്യമായത് ദൈവം കടന്നു വരുന്ന നിമിഷങ്ങൾ. അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മ കാൽവരി കുന്നുവരെ ആ വചനത്തിനെ ആസ്പദമാക്കി യാത്ര ചെയ്തു. അതേ ശിഷ്യന്മാർ പരിഭ്രാന്തരായി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ അവരെ വിളിച്ചുകൂട്ടി. ഉത്ഥാനം കഴിഞ്ഞിട്ട് യേശുവിനെ നേരിട്ട് വന്ന് കണ്ടിട്ട് പോലും അവരുടെ പരിഭ്രാന്തി മാറാതായപ്പോൾ പരിശുദ്ധ അമ്മ തന്നിൽ ലഭിച്ച വലിയ കൃപ അവരെ ചേർത്ത് വെച്ച് നൽകിയപ്പോൾ അവർ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഒരുങ്ങിയപ്പോൾ, ഉപവാസം, പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിത്യാഗം, ഈ ഒരുക്കത്തിലൂടെ അവരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവരെല്ലാം കർത്താവാണ് അവരിലൂടെ സമൂഹത്തിലേക്ക് ലയിച്ചിറങ്ങിയത്. ഇത് തന്നെയാണ് ഈ രണ്ട് തിരുനാളുകളും ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതം പ്രായശ്ചിത്തത്തോടെ, പരിത്യാഗത്തോടെ, പ്രാർത്ഥനയോടെ നമ്മൾ ഏത് സാഹചര്യത്തിലും ഏത് സഹനത്തെയും ഏത് പ്രതിസന്ധിയെയും ഏത് ആഘോഷത്തെയും ഏത് സന്തോഷത്തെയും ഈ പരിശുദ്ധ തീർത്ഥത്തിൻ്റെ സാന്നിധ്യത്തിൽ അനുഭവിക്കുമ്പോൾ അതെല്ലാം പൂർണ്ണതയിലേക്ക്, നിത്യജീവനിലേക്കുള്ള ഒരുക്കമായി മാറുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി.